ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കൊച്ചിന് സൈഡിൽ അവന് ഇതല്ല കൊടുത്തു വിടുന്നത്, സൈഡിൽ അവനുണ്ടാക്കുന്നുണ്ട്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പാലൊക്കെ റെഡിയായി അവന് കൊടുക്കാനുള്ളത് കൊടുത്തു. അപ്പം ഞാൻ ഈ ഒരടുപ്പൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മറ്റേ അപ്പച്ചണ്ടിയും കൂടെ വെച്ചിട്ട് പെട്ടെന്ന് അപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഒരു ചിക്കൻ പാറ്റീസും ഏത്തക്കയുടെ പകുതി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിൻ്റെ എല്ലാം ഒന്ന് തയ്യാറാക്കി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത് ടിഫിനെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചായ റെഡി ആയായിരുന്നു. ഇനി ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ച ഭരണിയാണ് അവിടെ ഇരിക്കുന്നത്. ഉപ്പിടാൻ വാങ്ങിച്ചതാ, പക്ഷേ ഉപ്പിടാൻ എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ തൈര് ഉണ്ടാക്കിയുണ്ടേ ശരിയായതുകൊണ്ട് എനിക്ക് അതങ്ങോട്ട് ഉപ്പ് ഇടാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്യാനിട്ട് അതിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ കാണുന്നത് എൻ്റെ സബ്സ്ക്രൈബർ കാലിഫോർണിയയിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന വീഡിയോയാണ്. കുറേ നാളായി ഫോട്ടോയാണ് ഇട്ട് തന്നിട്ട്. ഞാൻ ഇടയ്ക്ക് വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും കൂടെ വെക്കത്തില്ലായിരുന്നോ അത്. അപ്പം വെണ്ടയ്ക്ക അവരുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായ. അപ്പം ഞാൻ ആ ഫോട്ടോ ആയത് കേട്ടോ. അപ്പം ഞാനിന്ന് കഴിഞ്ഞ ദിവസം കോവയ്ക്ക അരിഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് ഈ അച്ചാറിൻ്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് കോവയ്ക്ക മെഴുക്കുവരട്ടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആ കോവയ്ക്ക അരിഞ്ഞിട്ടങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് അതങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കോവയ്ക്ക ഞാൻ അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് സവാളയും മഞ്ഞപ്പൊടിയും ഇപ്പം സമയമില്ലാത്തത് കൊണ്ട് ഇച്ചിരി കോവയ്ക്ക ഞാനൊന്ന് വേവിക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടേ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് പകുതി മുക്കാലും ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ എണ്ണയിലിട്ട് മുരിച്ചെടുക്കാമെന്ന് വെച്ച്. സാധാരണ ഞാൻ മിക്കവാറും ചെയ്യുന്നത് ഇത് എണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കുക. ഇന്നപ്പം ഇച്ചിരി സമയം കൂടുതലായതുകൊണ്ട് ഇതിനെ പകുതി അങ്ങ് വെള്ളം ഒഴിച്ചങ്ങ് വേവിച്ച്. അപ്പോൾ ഞാൻ അതേ പാനിൽ തന്നെ വെള്ളമൊക്കെ വറ്റിയുണ്ടേ നടുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇട്ടങ്ങ് വഴറ്റി എടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇനി 2 പാത്രം എടുത്ത് കഴുകാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് എളുപ്പപരിപാടി ചെയ്തതാണ്. ചില കോവയ്ക്ക നല്ല ഇതാണെങ്കിൽ ഇച്ചിരി കിശായിരിക്കുന്ന കോവയ്ക്കായിരുന്നു, അതുകൊണ്ട് അതൊന്ന് വഴന്ന് വരാൻ ഇത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാനങ്ങ് പിന്നെ ഇച്ചിരി അങ്ങ് വേവിച്ചെടുത്തത്. കുറച്ചൊന്ന് വേവിച്ചിട്ടാകുമ്പം പിന്നെ നമുക്ക് കുറേയും കൂടെ പെട്ടെന്നായി കിട്ടുമല്ലേ, വഴന്ന് കിട്ടുമല്ലേ. റേച്ചാൻ അവിടെ ഇരുന്ന് പാക്കിങ് ചെയ്യുക അച്ചാർ. കുറേ സമയമായി ആളവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ആയപ്പോഴത്തേക്കിന് കോവയ്ക്കൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ ഇനി അങ്ങോട്ടൊന്ന് പോയി വീഡിയോ എടുക്കട്ടെ ഇച്ചിരി. അപ്പം ഞാൻ അടുക്കള ജനലിൽ കൂടെ നോക്കിയിട്ട് പ്രൈസമോൻ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവനെ കുറച്ച് നേരമായിട്ടും കണ്ടില്ല. കയറി വരേണ്ട സമയമായി. അങ്ങനെ ഞാൻ പിന്നെ ഒന്ന് തുറന്ന് നോക്കാൻ പോയതാ. എന്തേ ലിഫ്റ്റിൽ വന്നില്ലേ അവൻ? ഇങ്ങ് എത്തിയില്ലേ? വന്നിട്ട് ഇച്ചിരി താഴെ എങ്ങാണ്ട് നിൽക്കുമായിരുന്നെന്ന് തോന്നുന്നു. എന്തൊക്കെയായിരുന്നു താഴെ എന്തോടും പോയിരുന്നു? മൽബറിക്കാൻ പറിക്കുമായിരുന്നോ? നിനക്ക് എത്തിയില്ല പറിക്കാൻ? അവിടെ ആന്റി അടുത്ത് കാണാൻ പറയാൻ എന്താ? മൽബറിക്ക പഴുത്ത് വയ്ക്കുവാണ്. ഇതേ കിട്ടിയുള്ളോ? പപ്പ ഓഫീസിൽ പോകുമ്പോൾ പപ്പയുടെ കൂടെ താപ്പോട്ട് പോകും. ഇത്
ഇത് തരട്ടോ. പപ്പായ ഇപ്പൊ നിന്റെ പ്ലേറ്റ് എടുത്ത് തിന്നുന്നേ. 2 പ്രാവശ്യം പപ്പായ എടുത്ത് കഴിച്ചത്. ഇത് തരട്ടെ. എത്ര അപ്പം വേണം? എത്ര നേരം തരട്ടെന്നോ? തിന്നോ നീ? 2 ഇപ്പൊ കഴിക്കും. പപ്പ അടിച്ചെടുത്ത് നിന്റെ പ്ലേറ്റ്. ഈ ഒരു ക്ലിപ്പ് ഞാൻ വീഡിയോയിൽ നേരത്തെ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടേ. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേരെ. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും കഴിച്ചു. പിന്നെ ഞാൻ കഴിക്കാൻ ഈ പാത്രത്തിൽ എനിക്കും കഴിക്കണമെന്നൊന്ന് തോന്നി, അതുകൊണ്ട് ഞാനും എടുക്കുവാണേ. മോരുകറി ഉണ്ട്. ഞാൻ മോരുകറി എടുക്കുന്നില്ല, എനിക്ക് മോരുകറി വേണ്ട. ഇച്ചിരി കോവയ്ക്ക, ഇതിൻ്റെ പച്ചമുളക് എനിക്ക് വേണം. ഇച്ചിരി ഇതിൻ്റെ തലയൊക്കെ ഉള്ളു. കൊളവി കൊളവി ഡാഡി ഇല്ല, കൊളവി അറിയത്തില്ലേ? കുത്തുന്നേ, ഈ കുത്തുന്ന കൊളവി, കൊളവി എന്ന് പറയത്തില്ലേ? ഇച്ചിരി മുട്ടത്തോരമുണ്ട്. ഈ കടന്തലിന്റെ കൂട്ടുള്ള കൊളവി, ബീന അല്ല. ഉച്ചയ്ക്ക് ഇവരൊന്നും ചോറ് കഴിക്കാമല്ലോ. ഇവർക്ക് ചപ്പാത്തി ആയതുകൊണ്ട് അവർക്കെല്ലാം ഞാൻ കൊടുത്തല്ലേ. അപ്പം മീൻചട്ടി ഇച്ചിരി ഉള്ളായിരുന്നു. അപ്പം ഞാനും ഇപ്പം ഈ അനു വരാത്തത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് വിശക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ ഞാൻ കഴിക്കും. അല്ലെങ്കിൽ അവൾ വരുമ്പോഴല്ല ഞാൻ 3 മണി വരെ അവളെ നോക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇച്ചിരി ഒടിയൻ പയർ അരിഞ്ഞ് വെച്ചായിരുന്നു. അത് ഞാൻ കഴിച്ചിട്ടൊക്കെയാണ് പിന്നെ തോരൻ വെച്ചത്. വൈകിട്ടത്തേക്കിന് മതി. അതുകൊണ്ട് അത് ധൃതി വെച്ചൊന്നും ഉണ്ടാക്കണമെന്നില്ലായിരുന്നു. ഞാൻ കഴിച്ചിട്ട് പിന്നീടാണ് ഞാൻ എല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. തേങ്ങയും തിരുമ്മി സവാള എല്ലാം അരിഞ്ഞ് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഇട്ടങ്ങ് സവാളയും തേങ്ങയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ആ പയറിൻ്റെ അകത്ത് തന്നെ ഇട്ട് നന്നായി ഞെവിടിയിട്ട് ഇതിലിട്ട് ഒന്ന് എളുപ്പം അങ്ങ് ആവുമല്ലേ. ഇന്നെനിക്ക് പെട്ടെന്ന് എന്തോ വിശപ്പ് തോന്നുമായിരുന്നു. സാധാരണ ഞാനൊരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ചോറ് കഴിക്കത്തുള്ളായിരുന്നു, എല്ലാം ഒതുങ്ങിയിട്ട്. പക്ഷേ ഇന്ന് എൻ്റെ തുണി വിരിക്കാനും കിടപ്പുണ്ട്. ആഹാരം കഴിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് തുണിയൊക്കെ വിരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും എന്തോ ഇന്ന് ഭയങ്കര, അങ്ങനെ എനിക്ക് വരുന്നേ അല്ല, ഇന്ന് ഭയങ്കര വിശപ്പ് തോന്നി. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്. തുണി വിരിക്കട്ടെ. ഇന്നലെ കഴിയാത്ത ഇപ്പം നല്ല ചൂടാണ്. അങ്ങോട്ട് വെളിയിലോട്ട് ഇട്ടാണെങ്കിൽ പപ്പടം പോലെ അതങ്ങ് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇന്നലെ കഴുകിയതെല്ലാം എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഇനിയിപ്പോൾ അടുത്തത് വിരിക്കട്ടെ. അപ്പോൾ ഇനി ഇതെല്ലാം എടുത്തിരുന്ന് മടക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ പോയി ഇരുന്ന് അന്നേരം മടക്കും. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് എൻ്റെ കസിനൊന്ന് അവിടെ താനയിലുണ്ട്. അവൾ താനെ വെച്ചാൽ വാഗൾ എസ്റ്റേറ്റിൽ. അവളുടെ അടുത്ത് ഞാൻ ഫോൺ ചെയ്തതിന് അവൾ പറയുന്നു, എടി ഇവിടെ ഇപ്പം ഭയങ്കര മഴ നടക്കുക, അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, എടി ഇവിടെ മഴയൊന്നുമില്ല, ഇച്ചിരി എവിടോ ഈ ഇടി മുഴങ്ങുന്ന കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓറഞ്ചൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ. ഇന്നലെ കൊണ്ടുവന്നേ, സമയമൊന്നും ഇല്ലായിരുന്നു. പറക്കി തിന്നട്ടെ, വേണ്ടി വരും. അതൊത്തിരി നല്ല മധുരം ഇല്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതാ അന്നേരം എടുത്തത് മാത്രമല്ല, പിന്നെ എടുത്തതിലും അങ്ങനെ മധുരമൊന്നും അധികം ഇല്ലായിരുന്നു. ചിലതൊക്കെ ആണെങ്കിൽ അങ്ങ് ഇച്ചിരി മൂടൊക്കെ ഒന്ന് ഇതായി പോവുകയും ചെയ്തു. അപ്പം ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് അന്ന് ഞാൻ ആവോലി മീൻ കറി വെച്ചതിൻ്റെ ബാക്കി ഞാൻ മസാല പുരട്ടി വെച്ചില്ലേ, അതുകൂടെ എടുത്തൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വെച്ച്. അതൊക്കെ ഇവിടെ റൈച്ചാന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിന് മുള്ളങ്ങനെ ഇല്ലല്ലേ. ആവോലി ഈ നമ്മുടെ നെയ്മീൻ ഇതൊക്കെയാണ് പുള്ളിക്കാരന് ഇഷ്ടം. അല്ലാതെ അയല അതൊന്നും കഴിക്കാറില്ല. പ്രീസമ്മൂനും ആവോലി ഫ്രൈ ചെയ്ത് കഴിച്ചിട്ട് പറയും, മമ്മി ഇത് നല്ല ഫ്ലഷാണ്, ഇത് മൊത്തവും ഇതുപോലുള്ള മീൻ ഇനിയും വാങ്ങിക്കണമെന്ന്. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ വെളിയിലത്തെ പടക്കം പൊട്ടീര്? ഭയങ്കര പടക്കം പൊട്ടീരാ. തുടങ്ങിയത് ദീപാവലി, ഇനി അത് കഴിഞ്ഞിട്ടും ഇതുപോലെ കുറച്ച് ദിവസം കാണും ഈ വെടിപൊട്ടീര്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കസിനെ വിളിച്ചെന്ന്. അവൾ പറയുന്നത്, എടി ഞാൻ മീൻ കിട്ടിയോന്ന് വെച്ചാൽ, എടി അവിടെയൊക്കെ മോത കിട്ടി, ഇവിടെ അങ്ങനെ മോത ഞാൻ കണ്ടിട്ടില്ല.
മോത, വറ്റ, ഇപ്പം മീൻ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പോകണം എനിക്ക് കാരണം കേര വേണം അച്ചാറിടാൻ. അന്ന് അവർ പറഞ്ഞത് ദീപാവലി കഴിഞ്ഞിട്ട് വരുമെന്നാണ് പറഞ്ഞ മീൻകാർ കേര. അപ്പോൾ ആ പ്ലേറ്റ് വന്നേ പിന്നെ ആ പ്ലേറ്റിൻ്റെ അകത്ത് കഴിക്കാൻ എല്ലാവരും അന്ന് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ആദ്യം എന്നോട് പറഞ്ഞു, ഓ എന്തിനാണ് എടുക്കുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ വന്ന ഉടനെ എല്ലാവരും റീച്ചാൻ സഹിതം അതിന് അവകാശക്കാരാണ്. അപ്പം പ്രീസം പറയും, എന്തിനാ ഒന്നായിട്ട് വാങ്ങിച്ചാൽ എനിക്കും ഒരെണ്ണം അച്ചാച്ചനും ഒരെണ്ണം വാങ്ങിക്കാൻ വയ്യായിരുന്നു. ഞാൻ പറഞ്ഞു ഇനി ഒന്നുകൂടെ പോയിട്ട് നമുക്ക് പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിന് അവകാശികളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഓരോരുത്തർ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.